അഴിക്കടാ, അഴിക്കടാ. അമ്മേ, നീ ഇത് അഴിക്ക്. അഴിക്കടാ. അഴിക്കാം. കൈ. നിന്റെ അമ്മേ, കൈ. ചരട്. അമ്മേ, ഞാൻ അഴിക്കാം. അഴിക്ക്. അമ്മേ, അച്ഛൻ ചോദിച്ചെന്തു പറയും? നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അമൃതേച്ചി. ആ ചാരു, എടി നിന്നെ എത്ര കൊല്ലായിടി കണ്ടിട്ട്? ആ അതെ, നമ്മള് സൗമ്യയുടെ കല്യാണത്തിനല്ലേ ലാസ്റ്റ് കണ്ടത്? അതെ. അമൃതേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറ. ഹസ്ബൻഡ് സതീഷ് ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. ഒരു ആക്സിഡന്റ് ആയിട്ട് ഇപ്പൊ കിടപ്പില്ല. പിള്ളേര് 2 പേര്, ഒരു മോനും ഒരു മോളും. മോന് 8 വയസ്സായി, മോൾ 6. എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാ ചാരു. ഇപ്പോ സജീഷേട്ടനായിട്ട് ലവ് മാരേജ് ആയിരുന്നു. ആ പോട്ടെ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. കല്യാണം? കല്യാണം ആയില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു. ആ അമ്മാവന്റെ മോൻ തന്നെയാ, ആണോ? അരവിന്ദ്. അമൃതേച്ചിയെ കണ്ട വലിയ സന്തോഷായി. ഞാൻ വരാം. ഇത് കൊള്ളാലോ. വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വരാം. ഇത് നോക്കിയേ. ഇത് മതിയോ? അവിടെ നോക്ക്. ഇത് നോക്കിക്കേ. ഏതാ? അപ്പുറത്തുണ്ട്. അവിടെ നോക്കാം. നീ വന്നാ മതി. നീ എന്റെ വീട്ടിലേക്ക് ഇവിടെയല്ലോ. സതീഷേട്ടനെയും കാണാം, പിള്ളേരെയും പരിചയപ്പെടാം. വെളിയനാട് വില്ലേജിന്റെ തൊട്ടടുത്ത വീട്. ആ നോക്ക്. ആദ്യം എടുത്ത്. ബ്രോ മറ്റേത് ഇങ്ങെടുത്ത്. അയ്യോ. ആ എടാ ചാരു. എന്നാ ശരി ചേച്ചി, പിന്നെ കാണാം. എടാ ശിവനെ, നീ എന്നെ കേറിപ്പിടിച്ചേ. എന്താ വെച്ചേ? ഇവനെ കേറി പിടിച്ചു. എന്ത് കാണിച്ചേ? കാണിക്കോടെ നീ. കാണിക്കോടെ നീ. നീ എഴുന്നൂറ് രൂപ. ഞാൻ പിടിച്ചിട്ടില്ല. സഞ്ജന, എന്താ പ്രശ്നം? ഇവൻ എന്നെ കേറി പിടിച്ചു. മേലോടെ കണ്ടു വെക്കല്. പോടാ. കൊറേ നേരം ഇവൻ എന്നെ ഫോളോ ചെയ്യണേ. അവൻ ഫോളോ ചെയ്യുന്നൊന്നായിരിക്കില്ല, അവൻ നിന്റെ മാല വല്ലതും പൊട്ടിക്കാൻ നോക്കിയതായിരിക്കും. കള്ളൻ, നീ ഇപ്പോഴീ പണി നിർത്തിയില്ലടാ. ഞാൻ എന്ത് ചെയ്യട്ടെ ചാരു? ഞാൻ ഈ പെങ്കുതിനെ സേവ് ചെയ്യാനാ നോക്കിയത്. ഞാൻ എനിക്ക് തുണിയെടുക്കാൻ വന്നേ ഇവിടെ. നിർത്തിക്കും നിന്റെ അഭിനയം. ഞാൻ കൊറേ കണ്ടിട്ടില്ല നിന്റെ അഭിനയം. എന്ത് വന്നാലും നീ എന്റെ തലയിൽ കൊണ്ട് വെക്കുന്നേ? ചാരു വാങ്ങി വാങ്ങോട്ടെ. നീ ചെല്ല്. പ്ലാൻ സക്സസ് ആക്കിയിട്ട് വേണം വരാൻ. ഓക്കെ. ഓക്കെ.
ബാബുക്കുട്ട, അമൃതയുടെ വീട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ശരി, വിളിക്കാം. എന്തായി? എല്ലാ സെറ്റാ. ഓക്കെ. അമൃതേച്ചി, നീ എവിടെയാ? കല്യാണ വിളിയുടെ തിരക്കാന്നേ. നീ എപ്പോഴാ എന്റെ വീട്ടിലോട്ട് വരുന്നേ? നാളെ വരാം ചേച്ചി. ചാരു, നീ വരുമ്പോഴേ എനിക്ക് 2-3 സാരി കൂടെ കൊണ്ടുവരാവോ? അതിനെന്താ, കൊണ്ടുവരാല്ലോ. എന്റെ പഴയ 2-3 സാരി വീട്ടിലുണ്ട്, ഒരു 4 എണ്ണം. ചേച്ചിയെ സാരി എടുത്ത് വെച്ചാ മതി. നീ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ എന്നെ ഒന്ന് വിളിക്കണേ. ആ ശരി ചേച്ചി. ഓക്കെ. നാളെ ചാരുമോൾക്ക് കല്യാണ സാരി എടുക്കുന്നുണ്ട്. അത് അരവിന്ദന്റെ ചെലവിലായിരിക്കും. അയ്യോ, എന്റെ ചെലവിലോ? അരവിന്ദിന്റെ ചെലവിലോ? അതിന് ഇവന്റെ എവിടുന്ന കാശ്? ചാരുവിനൊരു സാരി വാങ്ങിക്കൊടുക്കാനൊക്കെ ഇവനെ കൊണ്ട് പറ്റും. ഇല്ലെങ്കിൽ ശാന്തപ്പനും കുഞ്ഞുമോൾക്കും അത് മതി പറഞ്ഞു നടക്കാൻ. ശാന്തപ്പനും കുഞ്ഞോളോ? അതിന് അവരെന്തിനാ ഈ സാരി എടുക്കാനൊക്കെ വരുന്നേ? അവരെ വിളിക്കാന്നുള്ളൊരു നാട്ടു നടപ്പല്ലേ? അല്ലടാ ആകാശേ? അതെ സാർ, അത് നമ്മളായിട്ട് മുടക്കുന്നത് ശരിയല്ല. അപ്പൊ നമ്മള് വിളിച്ച ശാന്തപ്പ മുതലാളി വരുമോ? അതെന്താ? ശാന്തപ്പനിപ്പോ വലിയ മുതലാളിയല്ലേ? അപ്പൊ ശാന്തപ്പ മാമനെന്താ കൊമ്പ് പൊളിച്ചോ? അതെ, കൊമ്പ് മുളച്ചു. നല്ലൊരു ഷാപ്പല്ലേ കയ്യിലുള്ളത്. ഞാൻ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള KCTU എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പുള്ളിയെ എടുക്കാനിരിക്കുക.